സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ കഴിഞ്ഞ ദിവസം POKയിൽ, അതായത് പാക് അധീന കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ സംഘർഷം ഉണ്ടായി, 20 പേർ വരെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. സാർ, അവിടുത്തെ യഥാർത്ഥ പ്രശ്നം അഭയാർത്ഥി സംവരണ സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കവും വിഷയങ്ങളും ഒക്കെയാണ്. സാർ, ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ആ തെരഞ്ഞെടുപ്പിനുണ്ടായ സാഹചര്യം, അതിനു മുമ്പുണ്ടായിരുന്ന കുറച്ച് അവിടെ ഉണ്ടായ ആഭ്യന്തര കലാപം, ഇത് അവിടെ പാകിസ്ഥാൻ എങ്ങനെയാണ് സംസ്ഥാനത്തെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലൂടെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? നമ്മുടെ ഇന്ത്യ അതിനെ എങ്ങനെ കൂടെ നോക്കിക്കാണുന്നു? ഇത് ഈ അവര് അതിനെ ആസാദി ജമ്മു കാശ്മീർ എന്നാണ് വിളിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, POK. അപ്പൊ അവിടെ ഒരു പ്രത്യേക ഒരു പദവിയാണ് ഈ പാകിസ്ഥാൻ ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ പിന്നെ അവരെ സംബന്ധിച്ചിട്ട് AJK ആണ് അവിടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനം വരുന്നത്. പിന്നെ ഇപ്പൊ നടക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇപ്പൊ ഈ അതായത് ജൂലൈ 27 മുതൽ ആഗസ്റ്റ് എനിക്ക് തോന്നുന്നു 2 വരെയാണെന്ന് തോന്നുന്നു, 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനിലും അതേപോലെ തന്നെ ഈ മറ്റു ഭാഗങ്ങളിലുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ പാക് അധീശ കാശ്മീരില് മൊത്തത്തിൽ നമുക്ക് പറയാം. അവിടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ ജൂൺ 27 നടന്നത്. അപ്പൊ ആ നടന്ന തെരഞ്ഞെടുപ്പ് അവിടെ ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നത് വളരെയധികം കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ജൂൺ മുതൽ ആരംഭിച്ച അതിതീവ്രമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് ഈ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ JAC. അത് അവിടുത്തെ ഒരു സിവിൽ മൂവ്മെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. അതിനകത്ത് ഇപ്പൊ അവിടെ പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നത് TPP ഉണ്ട്, അതേപോലെ തന്നെ PTI ഉണ്ട്, അതായത് പാകിസ്ഥാന്റെ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി, അതേപോലെ ഈ നമ്മുടെ PPP ഉണ്ട്, പിന്നെ മുസ്ലിം ലീഗ് ഉണ്ട്. നമ്മുടെ നവാസ് ഷെരീഫിന്റെയും നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും ഒക്കെ പാർട്ടിയായി മുസ്ലിം ലീഗ് ഉണ്ട്. ഇപ്പൊ അവിടെ ഈ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നതിന്റെയൊക്കെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിനകത്ത് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ചതുപോലെ നവാസ് ഷെരീഫിന്റെ സഹോദരന്മാരുടെ മറ്റേ മുസ്ലിം ലീഗ് പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു 15 സീറ്റിലാണ് 9 സീറ്റോളം, 13 സീറ്റിൽ 9 സീറ്റോളം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തന്നെ പല പോളിംഗ് ബൂത്തുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. മിക്ക തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫലം വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ അതിതീവ്രമായ ഈ പ്രക്ഷോഭം കഴിഞ്ഞ ജൂൺ മുതൽ ഒരു ഇടവേളകളും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം കൊണ്ടാണ് അവരുടെ മെയിനായി ഈ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്ന സംഗതി ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ മെയിൻ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ 12 സീറ്റുകൾ, ഈ ജമ്മു അവരുടെ നിയമസഭയിലെ 12 സീറ്റുകൾ ഈ റെഫ്യൂജികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ റെഫ്യൂജികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോൾ കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുള്ള റെഫ്യൂജീസിന് വേണ്ടിയിട്ടാണ്, അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ 12 സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത്. ഈ 12 സീറ്റിൽ ഈ അഭയാർത്ഥികൾ എന്ന് പറയുന്ന വ്യക്തികൾ ആരും തന്നെ ഈ പാക് അധീശ കാശ്മീരിൽ ജീവിക്കുന്നവരല്ല. പാകിസ്ഥാന്റെ മറ്റ് പല ഭാഗങ്ങളിലുമാണ് അവർ ജീവിക്കുന്നത്. മിക്കവരും പഞ്ചാബ് പ്രവിശ്യയിലാണ് താമസിക്കുന്നത്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പഞ്ചാബിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനെ മുഴുവൻ അവർ ഉപയോഗിക്കുന്നത്. കാരണം ഭരണാധികാരികളും മിലിറ്ററി ഉദ്യോഗസ്ഥരും എല്ലാവരും പഞ്ചാബിൽ നിന്ന് മാത്രമാണ്. അപ്പം മിക്കവാറും പഞ്ചാബും അതിൽ പാകിസ്ഥാന്റെ പല ഭാഗത്താണ് റെഫ്യൂജികളുള്ളത്. അവരാണ് ഇവിടെ വന്ന് മത്സരിക്കുക. അവർക്ക് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. ഈ 12 സീറ്റ് വെച്ചിട്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും ഈ 12 സീറ്റ് ഭരിക്കുന്ന കക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടായിരിക്കും ആ 12 പേരെ നിർത്തുന്നതും. അതേപോലെ തന്നെ
ആ 12 പേര് ജയിച്ചു വരുന്ന 12 പേരെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ താല്പര്യം അനുസരിച്ചിട്ട് ഇവിടെ ഒരു പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ഭരണകൂടത്തെ ഈ പാക് അധീന കാശ്മീരിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 12 ഈ റിസർവ് സംവരണ സീറ്റുകൾ റെഫ്യൂജികളുള്ളത്. അതും ആ POK താമസിക്കാത്ത ആൾക്കാരാണ് മത്സരിക്കുന്നത്, ജയിക്കുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കണമെന്നുള്ളതാണ് ഈ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും ഒന്നാമത്തെ ആവശ്യം. പിന്നെ മറ്റ് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് സബ്സിഡൈസ്ഡ് റേറ്റിലുള്ള ഗോതമ്പ് പൊടി കൊടുക്കുക, അവിടെ നിന്ന് അവരുടെ പ്രദേശത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഭീകരമായ റേറ്റാണ് അവരുടെ നിന്ന് വാങ്ങിക്കുന്നത്, അത് ന്യായമായ തോതിൽ കൊടുക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള അവർക്ക് ജീവിക്കാനുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭം മുഴുവൻ നടക്കുന്നത്. അതിപ്പം ഏകദേശം ഈ പാകിസ്ഥാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ആ സംഘർഷത്തെ ഒതുക്കുന്നതിലോ അതല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിലോ പാകിസ്ഥാൻ ഗവൺമെന്റ് ഇതിനെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പോലും നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പോലും ഈ സിവിൽ മൂവ്മെന്റ്, അതായത് ഈ പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ജനകീയ പ്രക്ഷോഭം അതിശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്, ഇനി 2 ഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട്. ഈ ആഗസ്റ്റ് 2-നാണ് അത് അവസാനിക്കുക. അപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും അതിശക്തമായിട്ട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം. ഈ ജനകീയ മുന്നേറ്റം, ഈ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് വളരെ ഒരു ഫാഴ്സാണ്, അതായത് വളരെ ഒരു തട്ടിക്കൂട്ട് സമ്പ്രദായമാണ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ആ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോ ഇതിനിപ്പോ സൂചിപ്പിക്കുന്നത് ഈ നമ്മളെല്ലാം വളരെ സശ്രദ്ധ നോക്കിയിരിക്കുന്നത് ഈ ജനകീയ മുന്നേറ്റത്തെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. അതായത് ഇനിയിപ്പോ രണ്ടായാലും ഈ പറഞ്ഞ പാകിസ്ഥാൻ മിലിറ്ററിയും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പോലും അവിടെ അതിഭീകരമായിട്ടുള്ള പിന്നെ ആക്രമണം ഉണ്ടാകുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ സംവിധാനം പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് നമ്മളിപ്പോ കാണുന്നത് ഈ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രക്ഷോഭം ഒരു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അതിന്റെ തീവ്രത സൂചിപ്പിക്കുന്നതായിരിക്കണം, അത് തീവ്രതയുടെ ഒരു സൂചകമായിരിക്കണം ഇന്ത്യ ഇതിനകത്ത് ഈ ഒരു രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. കാരണം അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മളുടെ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ആ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന്റെ ഗതിയാണ്. എങ്ങനെയാണ് ഈ പ്രക്ഷോഭം മുമ്പോട്ട് പോകുന്നത്? കാരണം ആ ജനകീയ മുന്നേറ്റത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാതെ അവരുടെ ഏറ്റവും മുഖ്യമായ ആവശ്യമായ ഈ അഭയാർത്ഥികളുടെ 12 സീറ്റുകൾ ഉപേക്ഷിക്കുക എന്ന ആവശ്യത്തെ പോലും പരിഗണിക്കാതെയുള്ള ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, അതായത് ഇപ്പൊ ഈ അഭയാർത്ഥി സീറ്റിലേക്കുള്ള വ്യക്തികൾ അവിടെ പേരുകൾ മാത്രമേ അവിടെ പ്രചരിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ വളരെ ശുഷ്കമായിട്ടാണ് പുറത്തേക്ക് വരിക. കാരണം അവിടെ ഈ മത്സരിക്കുന്ന 12 സീറ്റിലുള്ള അഭയാർത്ഥികൾക്ക് അവിടെ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ മാത്രമോ അതല്ലെങ്കിൽ അതിന് വളരെ സ്വകാര്യമായിട്ടാണ് അവിടെ വന്നു പോകുന്നതെന്ന് പോലും പറയപ്പെടുന്നുണ്ട്. കാര്യം നിലവിലുള്ള സാഹചര്യം ആ ഒരു അവസ്ഥയാണ് സംജാതമാക്കുന്നത്. അപ്പൊ അതെ, അതുകൊണ്ട് ഇനി വരുന്ന ഈ ആഗസ്റ്റ് 2-ന് ശേഷം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ പൂർത്തിയാവുകയും ഒരു ഗവൺമെന്റ് രൂപീകരണത്തിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ പ്രക്ഷോഭം അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമെന്നാണ് തോന്നുന്നത്. ഇതിനകം തന്നെ നിരവധി പേരാണ് അവിടെ ഈ പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ വളരെ പുറത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് വരുന്നതുമില്ല. കാരണം ഇതിപ്പോ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇവിടെ മാത്രമല്ല നേരിടുന്നത്. പാകിസ്ഥാൻ ഇപ്പൊ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ 85% സ്ഥലങ്ങളും അവിടുത്തെ BLA കീഴിലായിട്ടുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ കീഴിലായിരിക്കുന്നു. അതേപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ്വയും
ഏതാണ്ട് ബലൂചിസ്ഥാന്റെ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം ഇടയ്ക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. സിന്ധിൽ പോലും വളരെ ഈ പ്രാദേശികമായ തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ള സംഗതിയും, പഞ്ചാബിന് വേണ്ടി തങ്ങളെ ബലികഴിക്കുകയാണ്, അവിടെ സിന്ധ് ദേശം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള പ്രക്ഷോഭങ്ങൾ വരുന്നു. അപ്പൊ ഇത്തരത്തിലൊരു എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇത്രയധികം ഒരു ആഭ്യന്തരമായിട്ട് ഇത്രയധികം ഒരു വിഘടന ഒരു പ്രക്ഷോഭത്തിന്റെ സന്ദർഭം നേരിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോ ഇതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ ജനത ഇപ്പൊ നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങൾ. അവരുടെ കാർഷിക വ്യവസ്ഥ, നമ്മളുടെ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവർക്കിപ്പോൾ വെള്ളം കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ 70-80% കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നത് സിന്ധു നദീജലമായിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ കാർഷിക മേഖല തകർന്നിരിക്കുന്നു, അതേപോലെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള യുദ്ധത്തിലാണ് ഈ അസീം മുനീർ, ഇപ്പൊ അസീം മുനീറാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത്. ഈ ഷഹബാസ് ഷെരീഫ് അവിടെ ഭരിക്കുന്നു എന്നുള്ളതൊരു നാമമാത്രമായിട്ടൊരു ജനാധിപത്യ സർക്കാർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അസീം മുനീറാണ് ശരിക്കും പാകിസ്ഥാനെ ഭരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഈ പാകിസ്ഥാൻ നീങ്ങുന്നത്. അതേപോലെ തന്നെ അവ്യക്തമായി, അതായത് പാകിസ്ഥാനും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ആ ബന്ധത്തിൽ വെച്ചിട്ട് സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ബലൂചിസ്ഥാനിലേക്കുള്ള വരവ് പ്രമാണിച്ച്, കാര്യം ധാതു ഖനനത്തിന് വേണ്ടിയിട്ട് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കരാറിന്റെ ആ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആഭ്യന്തരമായ ഒരു വലിയ പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് എല്ലായിടത്തും ഈ വിഘടനവാദമാണ്. ഓരോരോ ഭാഗങ്ങൾ വിട്ടുപോകാനായിട്ട് വെമ്പി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ POK ഈ വിഷയം വന്നിരിക്കുന്നത്. അപ്പൊ ഈ POK ഈ വിഷയം വന്നിരിക്കുന്നു. ഇപ്പൊ 2 പ്രസ്താവനകള് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നു. ഒന്ന്, ആദ്യമായിട്ട് ഈ ജൂണിൽ പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് മുസാഫർബാദിലെ വെടിവെപ്പിൽ 28 പേർ മരിച്ചു. അന്ന് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ലോകരാഷ്ട്രങ്ങൾ ഇത് ശ്രദ്ധിക്കണം, അവിടെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പൊ രണ്ടാമത് ഈ ഒരു പ്രസ്താവന നടന്നിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അവിടുത്തെ ജനങ്ങളുടെയും അവിടുത്തെ അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയുടെ ജനതയുടെ ഭാഗമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ 2 പ്രസ്താവനകളും ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യവും, ഇന്ത്യ എത്രമാത്രം സൂക്ഷ്മമായിട്ട് അവിടുത്തെ കാര്യങ്ങളെ വീക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയും കൂടിയാണ് ഇത് നൽകുന്നത്. ഇന്ത്യയുടെ ആ ഭാഗം അത് ഈ കഴിഞ്ഞ 1-2 സന്ദർഭങ്ങളിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ രാജ്നാഥ് സിംഗ് നടത്തിയ ഒരു പ്രസംഗത്തിൽ, അതായത് കാർഗിൽ യുദ്ധത്തിന്റെ അനുസ്മരണ വേളയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞത്, പാകിസ്ഥാനുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഇന്ത്യ തയ്യാറാണ്. അതൊരൊറ്റ വിഷയം മാത്രമേ സംസാരിക്കാനുള്ളൂ, അത് പാക് അധീന കാശ്മീർ തങ്ങൾക്ക് വിട്ടു നൽകുന്നത് സംബന്ധിച്ചുള്ള വിഷയം മാത്രമാണ്. അത് അല്ലാതെ മറ്റേ നദിയിലെ കരാറോ അങ്ങനെയൊന്നും പറയുന്നില്ല. പാകിസ്ഥാൻ സർക്കാരുമായി ഇന്ത്യ എപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്, അത് പാക് അധീന കാശ്മീർ വിട്ടുകിട്ടുന്നത് സംബന്ധിച്ചാണ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഇതിനകത്ത് ഈ പാക് അധീന കാശ്മീരിലേക്ക് കാണിക്കുന്ന ആ ഒരു ശ്രദ്ധയും ആ ഒരു ജാഗ്രതയും ഒക്കെ നമുക്ക് ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ ആഗസ്റ്റ് 2 കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്ന സ്ഥിതിഗതികള്, അവിടുത്തെ പ്രക്ഷോഭം ഏത് ദിശയിലേക്ക് പോകും? കാരണം അവിടുത്തെ ജനങ്ങളുടെ പൂർണ്ണമായ ജനകീയ മുന്നേറ്റത്തിന്റെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് വീണ്ടും പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഒരു മോശമായ രീതിയിലുള്ള തട്ടിക്കൂട്ട് സർക്കാരിന് നിയമിക്കാനായിട്ട് പാകിസ്ഥാൻ സർക്കാർ പോകുന്നത്. കാരണം പല സ്ഥലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് ബോയ്ക്കോട്ട്, ബഹിഷ്കരണം കാരണം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു സമീപനം, ഈ ഒരു നടപടി അവിടുത്തെ ജനവികാരത്തെ വളരെ വീണ്ടും ആളിക്കത്തിക്കുകയും അത് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്രക്ഷോഭത്തിന്റെ ഗതി പോകുന്നത് എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്. അത് ഈ ഇന്ത്യയെ സംബന്ധിച്ചും വളരെയധികം എന്താ പറയുക, പ്രാധാന്യമുള്ള, അതല്ലെങ്കിൽ വളരെ ഇന്ത്യയെ ബാധിക്കുന്ന, അവിടുത്തെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുമാണ്. അപ്പൊ അതുകൊണ്ടാണ്
അവിടുത്തെ വിഷയങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ വരുന്ന ജൂൺ 2 ശേഷം നടക്കുന്ന അല്ലെങ്കിൽ ജൂൺ അല്ല, ഓഗസ്റ്റ് 2, ആഗസ്റ്റ് 2. ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇനി 2 ഫേസ് നടക്കാനുണ്ട്. അപ്പൊ അതും കഴിഞ്ഞ് ഒരു തട്ടിക്കൂട്ട് ഗവൺമെന്റിനെയൊക്കെ അവിടെ രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് ഈ പ്രക്ഷോഭം ഏത് രീതിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നന്ദി. താങ്ക് യു സാർ.